ഈ ഞാൻ പറയുന്ന സമയമുണ്ടല്ലേ, ഈ സമയത്ത് ചിങ്ങം 1-ാം തീയതി രാവിലെ നിങ്ങൾ നിലവിളക്ക് തെളിയിക്കണം. എങ്കിൽ നമുക്ക് വർഷം മുഴുവനും ഐശ്വര്യ സമൃദ്ധിയാണ്. പ്രിയപ്പെട്ടവരെ, പൊന്നിൻ ചിങ്ങമാസം ആഗതമായിരിക്കുകയാണ്. വരുന്ന 17-ാം തീയതിയാണ് ചിങ്ങം 1 വരുന്നത്. അതായത് 1202 ചിങ്ങമാസം 1-ാം തീയതി, 2026 ഓഗസ്റ്റ് മാസം 17-ാം തീയതി. ഉദയാൽപരം 4 നാഴിക 10 വിനാഴികയ്ക്ക്, അതായത് രാവിലെ 7:58 ചിത്ര നക്ഷത്രം പ്രഥമ പാദത്തിൽ കന്നിക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുകയാണ്. ഈ സമയത്ത് ഞാനിനി പറയുന്ന പ്രകാരത്തിൽ നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ആ ഒരു വർഷം വളരെ ഐശ്വര്യവത്തായിട്ട് മാറും. പലർക്കും ഈ ചിങ്ങത്തെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് വിളക്ക് തെളിയിക്കുന്നതിൻ്റെ യഥാർത്ഥ രീതി അറിയില്ല. ചിലര് ഈ സമയത്ത് ഒന്ന് നിലവിളക്ക് തെളിയിക്കാനുള്ള ഒരു ബോധ്യമൊക്കെ അറിവൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് യഥാക്രമം എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമല്ല. ഇപ്പം ചിങ്ങ വിളക്ക് തെളിയിക്കുന്നവര് പല വിധത്തിലുള്ള രീതികളിൽ അവർ ചെയ്തു പോകുന്നുണ്ടായിരിക്കാം. എങ്കിലും പ്രായേണ നമ്മളെ കേരളീയർ പൊതുവിൽ ഊർജ്ജദായകമായിട്ട് ഐശ്വര്യസിദ്ധിക്ക് വേണ്ടുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് പൂർണ്ണമായിട്ട് കാണണം. വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്രൻ മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. ചിങ്ങമാസം എന്ന് പറയുന്നത് ഐശ്വര്യങ്ങളുടെ വേലിയേറ്റം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ ദിവസം നമ്മളെല്ലാവരും, വിശ്വാസികളെല്ലാവരും രാവിലെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് വരാറുണ്ട്. വളരെ ഗുണകരമാണ്. ചിലർ അതിരാവിലെ പോവും, ചിലർ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ രാവിലെ പോകുന്നവരാണെങ്കിൽ ഒരു 7:30-ക്കുള്ളിൽ മടങ്ങിയെത്തണം. ഇനി 7:30 കഴിഞ്ഞിട്ടാണ് പോകാനിരിക്കുന്നവരെങ്കിൽ ഒരു 8:15 കഴിഞ്ഞിട്ട് പോകണം. എന്നിട്ടെന്ന് വെച്ചാൽ ഈ സമയത്താണ് നമ്മൾ ഈ സംക്രമ വിളക്ക് തെളിയിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കതിന് വേണ്ടുന്നത് കുറച്ച് ഉണക്കലരി അല്ലെങ്കിൽ പച്ചരി വേണം. ഒരു പരന്ന പാത്രത്തിൽ അതെടുത്ത് വെക്കണം. 5 തിരിയിട്ട നിലവിളക്ക് വേണം. 5 തിരിയിട്ട നിലവിളക്ക്. അതിൽ നെയ്യൊഴിക്കുന്നതാണ് ഏറെ ശുഭകരം. നെയ്യൊഴിച്ച് വച്ചിരിക്കണം. എന്നിട്ട് ഈ പരന്ന പാത്രത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ വിളക്ക് വയ്ക്കുന്ന തട്ടം കിട്ടുമല്ലോ, അതിലിട്ട് നമ്മൾ കുറച്ച് അരിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി വെക്കണം. പരത്തി വെച്ചിട്ടില്ല അതിൽ ഓം എന്ന് ചൂണ്ടുവിരൽ കൊണ്ടെഴുതണം. ഓം എന്ന് ചൂണ്ടുവിരൽ കൊണ്ടെഴുതണം. എന്നിട്ട് അതിൽ വിളക്ക് വയ്ക്കണം. ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ആദ്യത്തെ തിരി തെളിയിക്കേണ്ടത് കിഴക്ക് നിന്നാണ്. കിഴക്ക് നിന്ന് ചുറ്റി വടക്ക് വരെ വന്നിട്ട് തിരിച്ചു പോയി ഇങ്ങനെ ഈശാന കോണിലുള്ള ആ തിരി തെളിയിക്കണം. അങ്ങനെയാണ് എൻ്റെ വിധി. നേരിട്ട് ഇങ്ങനെ തെളിയിച്ചു പോവില്ല. നമ്മൾ ഇവിടെ വടക്ക് വരെ എത്തിയിട്ട് പിന്നെ തിരിച്ചു പോയിട്ട് ഈശാനം തെളിയിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി കാണുമല്ലോ. അപ്പം ഇങ്ങനെ വിളക്ക് തെളിയിക്കണം. വിളക്ക് തെളിയിക്കുമ്പോൾ തൊട്ടരികിൽ ഒരു കിണ്ടിയോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രമോ വച്ചിട്ട് അതിൽ 3 തുളസിയില ഇട്ടേക്കണം. കിണ്ടിയായാലും മതി, അല്ലെങ്കിൽ ഒരു പരന്ന പാത്രം. കിണ്ടി ഇല്ലാത്തവർ ഒരു പരന്ന പാത്രം വെച്ചിട്ട് 3 തുളസിയില ഇടണം. പണ്ട് കാലത്ത് ഒരു പരന്ന പാത്രം പൊതുവിൽ വയ്ക്കും. പല വീടുകളിലും കിണ്ടി എന്ന് പറയുന്നത് ഇല്ല. അതുകൊണ്ടാണ് പരന്ന പാത്രം വയ്ക്കുന്നത്. രണ്ടും തുല്യം തന്നെയാണ്. കിണ്ടി വെച്ചാലും മതിയാകും. നിലയിൽ തുളസിയില ഇടണം. എന്നിട്ട് ജപിക്കേണ്ടുന്ന ഒരു മന്ത്രമുണ്ട്. 8 തവണ ജപിക്കണം എന്നാണ് വിധി. ചിലയിടങ്ങളിൽ ഇത് 3 തവണയേ ജപിക്കുന്നുള്ളൂ. നിലവിളക്ക് തെളിയിക്കുമ്പോഴാണ് അവർ ഈ മന്ത്രത്തെ ജപിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് നിലവിളക്ക് തെളിയിച്ച് വെച്ചിട്ട് സൂര്യനെ സങ്കല്പിച്ചാണ് ജപിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി വിളക്ക് തെളിയിക്കുമ്പോഴാണ് നിങ്ങൾ ജപിക്കുന്ന സമ്പ്രദായം ഉണ്ടെങ്കിൽ അതും തെറ്റല്ല. കാര്യം ഓരോ കിരണങ്ങളും, അതായത് സൂര്യൻ്റെ കിരണങ്ങളായിട്ടാണ് ഈ വിളക്ക് ആ സമയത്ത് സങ്കല്പിക്കുന്നത്, വിളക്കിലും ഓരോ നാളത്തിലും. അപ്പോൾ ആ രീതിയും അനുവർത്തിക്കാവുന്നതാണ്. എങ്കിൽ വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് 8 തവണ ഇത് ജപിക്കണം. മന്ത്രത്തിലും ചെറിയ വ്യത്യാസമുണ്ട്. പ്രധാന മന്ത്രം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം, എഴുതി കാണിക്കാം. ഓം ഹ്രീം ആദിത്യായ നമഃ. ഓം ഹ്രീം ആദിത്യായ അഗ്നിനേത്രായ പുഷ്ടികരായ ഐശ്വര്യനിധയേ നമഃ. ഈ മന്ത്രമാണ് 8 തവണ ജപിക്കേണ്ടത്. ഇത് കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചോളൂ, അല്ലെങ്കിൽ ഒരു പേപ്പറിലോ മറ്റോ എഴുതിയെടുത്തിട്ട് നമ്മൾ 8 തവണ ജപിച്ചാൽ മതി.
ഇനി മറ്റൊരു മന്ത്ര പ്രയോഗത്തിലുണ്ട്. അത് പ്രധാനമായിട്ടും മഠങ്ങളിലും അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് പൊതുവിൽ ഉപയോഗിച്ചു വരുന്നത്. ഇത് സാധാരണക്കാരിൽ ഒരുപാട് തറവാടുകളിലും ഉപയോഗിക്കുന്ന മന്ത്രമാണ്. എങ്കിൽ അതും കൂടെ പറഞ്ഞുതരാം. ഓം ഹ്രീം ജയ ജയ സൂര്യായ തേ പ്രപഞ്ച സാക്ഷികരായ മഹാദ്യുതികരായ നമോ നമ. ഈ മന്ത്രം വളരെ പവിത്രമായിട്ടുള്ളൊരു മന്ത്രമാണ്. ഇതും നമുക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ആദ്യം 8 തവണ ഈ മന്ത്രം ജപിച്ചിട്ട്, ഞാൻ പറഞ്ഞ മന്ത്രം ജപിച്ചിട്ട് അടുത്ത് വേണമെങ്കിൽ ഇതും 8 തവണ കൂടി ജപിക്കാം. യാതൊരു തെറ്റുമില്ല. ഇത് നമ്മുടെ വീട്ടിലെ ഐശ്വര്യ ഊർജ്ജങ്ങളെ വർദ്ധിപ്പിക്കാൻ ഈ മുഹൂർത്ത സമയത്ത് നമ്മൾ ജ്വലിപ്പിക്കുമ്പോൾ ഐശ്വര്യ ഊർജ്ജങ്ങളുണ്ട്. ആ ഐശ്വര്യ ഊർജ്ജങ്ങൾ പൂർണ്ണമായിട്ട് ജ്വലിച്ചു 4 ദിക്കുകളിലും അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മുടെ മുൻവാതിലിൻ്റെ ഭാഗത്തും ഈ ഐശ്വര്യ ജ്വലനങ്ങൾ ഉണ്ടായി വരികയും വീട്ടിനകത്ത് നിൽക്കുന്ന ഈ കർക്കിടക മാസത്തിൻ്റെ അരിഷ്ടതകളുണ്ട്, കെട്ടുപാടുകളുണ്ട്, അതിനെല്ലാം നീക്കി വീട് പൂർണ്ണമായിട്ട് ക്ലെൻസ് ചെയ്യുന്ന, ശുദ്ധീകരിക്കുന്ന ഒരു ക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വീടിനകം തലേ ദിവസത്തിൻ്റെ ഒരു ബാക്കിയല്ല, പുതിയൊരു ദിവസം, അതായത് ആ അത്രയും നാളും ഉണ്ടായിരുന്ന മുഷിച്ചിലുകളെല്ലാം മാറിയിട്ട് പുതിയൊരു വർഷത്തിൻ്റെ ഏറ്റവും ശുഭകരമായിട്ടുള്ള നാന്ദിയായിട്ട് ഇത് മാറും. അപ്പോൾ ഇതിന് നമ്മൾ ആ ദിവസം മത്സ്യമാംസാദികൾ രാവിലെ ഒന്നും കഴിക്കരുത് എന്നുള്ളൊരു നിബന്ധനയേ ഉള്ളൂ. സ്ത്രീകൾക്ക് ശുദ്ധിവൃത്തങ്ങൾ അവർക്കറിയാം, ആ രീതിയിൽ പാലിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്യുമ്പോൾ കിഴക്കോട്ട് നോക്കി തൊഴുത് വേണം, സൂര്യ ഉദിച്ചു വരുന്ന ഭാഗത്തേക്ക് നോക്കി തൊഴുത് വേണം ഇത് ചെയ്യാനെന്നുള്ളതേ ഉള്ളൂ. പൂജാമുറിയിലോ ഉമ്മറത്തോ നിങ്ങൾക്ക് ഇത് ആകാവുന്നതാണ്. പാത്രം ഇനി കിട്ടിയില്ല എന്നൊരു സങ്കടം ഉണ്ടെങ്കിൽ വാഴയില, തുമ്പല കിഴക്കോട്ടിട്ട് തുമ്പലയിൽ വെച്ചിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഓംകാരം എഴുതിയിട്ട് വേണം അതിൽ വയ്ക്കാനെന്നുള്ള നിബന്ധനയുണ്ട്. ചിലടത്ത് ഓംകാരം എഴുതുന്നില്ല, ഓം എന്നിങ്ങനെ അരി പരത്തുന്ന സമയത്ത് ഓം എന്ന് ജപിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് ഓംകാരം ഇങ്ങനെ ഓം വരച്ച് വലത് കൈയിലെ ചൂണ്ടുവിരലുകൊണ്ടാണ് ഓം എഴുതേണ്ടത് എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ചിലടത്ത് മോതിര വിരൽ കൊണ്ട് എഴുതുന്നത് കാണാം. ചൂണ്ടുവിരൽ കൊണ്ടാണ്, എഴുത്ത് വിരലെന്ന് അറിയപ്പെടുന്ന ചൂണ്ടുവിരൽ കൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ചിങ്ങം 1-ാം തീയതി രാവിലെ ഈ ഒരു വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കണം. കാര്യം നമുക്ക് വേറെ പാടുകളൊന്നുമില്ല, വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന, ഒറ്റ ദിവസം ചെയ്യാവുന്നത്, ഒരു വർഷം മുഴുക്കെ നീണ്ടിരിക്കുന്ന ഗുണാനുഭവങ്ങളെ സമ്മാനിക്കുന്ന ഒരു രീതിയാണ്. അന്ധവിശ്വാസികളെല്ലാം ഇത് പാലിക്കുക. അതിൻ്റേതായ മേന്മകളും നേട്ടങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധിയായിട്ടും പൂജാ സംബന്ധിയായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.